പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണനാണ്, നിലമ്പൂര് സ്വതന്ത്ര സ്ഥാനാർത്ഥി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ നിലമ്പൂര് മണ്ഡലത്തെ സഹായിക്കാനും രക്ഷിക്കാനും ഒരുപാട് രക്ഷകർ വന്നിട്ടുണ്ട്. എന്നാൽ ആ വന്നവരൊക്കെ രക്ഷപ്പെടുക എന്നല്ലാതെ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളെ ആരും രക്ഷിക്കാൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കാരണം നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇക്കണ്ട വർഷമായിട്ടും ഈ കാലമത്രയും ഈ നിലമ്പൂര് മണ്ഡലം അടക്കമുള്ള കേരളത്തിലെ സകലമാന ട്രൈബൽ മേഖലകളിലെ പട്ടിണിപ്പാവങ്ങളായ ആദിവാസി ഊരുകളിലെ ആ ഒരു ദയനീയ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടുത്തെ മക്കളെ കണ്ടിട്ടുണ്ടോ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മക്കളെ കണ്ടിട്ടുണ്ടോ? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ, പുതച്ചു മൂടി ഉറങ്ങാൻ, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു മേശയും കസേരയൊക്കെയുള്ള വീടുകൾ, എത്ര വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാഷ്ട്രീയം എന്ന പൊറാട്ട നാടകത്തിന്റെ രണ്ടാം ഭാഗമാണ് നിലമ്പൂരിൽ ഇപ്പോൾ. ഈ നിലമ്പൂര് മണ്ഡലത്തെ ഈ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് ഞാൻ. വേറൊന്നുമല്ല, ട്രൈബൽ മേഖലയെ സഹായിക്കാനും സംരക്ഷിക്കാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രം എന്റെ നിലപാടുകൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഇപ്പോൾ നിലമ്പൂര് പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിരുന്നു, അതുപോലെ തന്നെ ലോകസഭയ്ക്ക് മത്സരിച്ചിരുന്നു, ഇപ്പോൾ നിയമസഭയ്ക്കും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മുമ്പൊക്കെ എന്നെ സഹായിച്ച പോലുള്ള സുമനസ്സുകൾ, ഒരു വോട്ട് എൻ്റെ അടയാളം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരും സ്നേഹനിധികളായ സുമനസ്സുകളുടെ ഒരു വോട്ട് നിങ്ങൾ ബോബനും മോളിയും മാറിക്കളിക്കുന്ന UDFന്റെയും LDFന്റെയും കപടമുഖങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ പിന്നാലെയാണ് എല്ലാ മീഡിയക്കാരും, സകല മഞ്ഞപ്പത്രങ്ങളും അവരുടെ മീഡിയയാണ്. അവരെന്താണ് വാ തുറക്കുന്നത്? എന്തിന്? ഇതാണ് ലോകം. സത്യം, ധർമ്മം, നീതി ജനങ്ങളെ സഹായിക്കാനല്ല. ആ സഹായിക്കുന്നവരെ ആരുടെയും കൂടെ ഉണ്ടാവില്ല, അവരൊറ്റപ്പെട്ടിരിക്കും. അങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പട എന്ന ഞാൻ ഈ പാവപ്പെട്ട ആളുകളെ, പണ്ടുകാലത്ത് ആദിവാസി മേഖലയിലെ കുലദൈവമാണ് വേട്ടക്കൊരു മകൻ എന്ന് പറഞ്ഞ നിലമ്പൂർ കോവിലത്തിന്റെ കപടമുഖം പോലെ തന്നെയാണ് ഇവിടെയുള്ള UDFും LDFും. അവർ ജനങ്ങളെ സഹായിക്കാനല്ല, അവർക്ക് നേതാവാനാണ്, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കപടമുഖം തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കരുത്, ആരും അവർക്ക് വോട്ട് ചെയ്യരുത്. ദേശസ്നേഹികളാണെങ്കിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്നെ സഹായിക്കുക, നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതം രാഷ്ട്രീയം സംഘടനയുമല്ല, നമ്മുടെ രാഷ്ട്രമാണ് പ്രധാനം, സേവനമാണ്, നമ്മുടെ ജനതയാണ് പ്രധാനം, നമ്മുടെ രാജ്യം